അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുക്കരങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ ആ പള്ളിയുടെ പുതുക്കിപ്പണിത രൂപമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ആകെ ഉണ്ടായിരുന്നത് വിശുദ്ധ കഅബാലയവും ബൈത്തുൽ മുഖദ്ദസുമായിരുന്നു. മനുഷ്യനിർമ്മിതമായ ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി ഈ ഒരു പള്ളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മക്കയിൽ നിന്നും ഹിജ്റ വന്ന് മദീനയിലെത്തിപ്പെടുകയും മദീനയിലെ ബോർഡർ കടന്ന് ആ ഉസ്ബ പ്രദേശമൊക്കെ കഴിഞ്ഞ് നേരെ വരുന്നത് ഈ ഒരു പ്രദേശത്താണ്. ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലമായിരുന്ന ഈ ഒരു പ്രദേശത്ത് തിങ്ങി നിറഞ്ഞ കാരക്കത്തോട്ടങ്ങളുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എത്തി ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുമായി ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി ആദ്യം ഡിസ്കസ് ചെയ്യുകയും വളരെയധികം സ്ഥലങ്ങളൊക്കെ അവർ സെർച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേ കാരക്കത്തോട്ടങ്ങൾ തിങ്ങി നിറഞ്ഞത് കാരണം ഇവിടെ എവിടെയും അതിന് പറ്റിയ സൗകര്യം കണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൃക്ഷങ്ങൾ മുറിക്കുന്നതിൽ താല്പര്യവും ഇല്ലായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ ഉടനെ തന്നെ മഹാനായ കുൽസൂം ഇബ്നു ഹദം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോർഡ് ഞാൻ കാണിച്ചത്, ഈ ഒരു കാരക്കമരം, ഇതിൻ്റെ അടുത്ത് ഒരു ബോർഡുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്, അടുത്തിട്ട് ഇതാ കാണിച്ചത്. ഈ ഒരു കാരക്കമരല്ലേ, ഈ ഒരു കാരക്കമരത്തിൻ്റെ അടുത്തായിരുന്നു മഹാനായ കുൽസൂം ഇബ്നു ഹദം റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് വന്ന ഉടനെ തന്നെ ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ദ ഹൗസ് ഓഫ് ദ കുൽസൂം ഇബ്നു ഹദം റളിയല്ലാഹു അൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബൈലെത്തി 12 ദിവസം ഇവിടെ താമസിച്ചുവെന്നും അതല്ല 14 ദിവസം എന്നും 4 ദിവസം എന്നും എല്ലാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു മരം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തായിരുന്നു മഹാനവർകളുടെ വീടുണ്ടായിരുന്നു. ഇവിടെ താമസിച്ചു കൊണ്ടാണ് ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഖുബ എന്ന പള്ളിക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മാണം ആരംഭിക്കുന്നത്. മഹാനവർകളുടെ വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രായമായ ഒരു വ്യക്തിയായിരുന്നു കുൽസൂം ഇബ്നു ഹദം എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രബോധനത്തിനൊക്കെ അല്പം പ്രയാസം, ഒരു ഫാമിലി ആയതുകൊണ്ടുള്ള പ്രയാസം കാരണം സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ കുൽസൂം ഇബ്നു ഹദം റളിയല്ലാഹു അൻഹുവിൻ്റെ അയൽവാസിയായ ഒരാളുണ്ടായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു രാവിലെയൊക്കെ നിൽക്കാറുണ്ടായിരുന്നത്. അഥവാ അവിടെയും നിന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാച്ചിലറായ വിശ്വാസികളെല്ലാവരും സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മിനാരുണ്ടല്ലോ, അത് അടുത്ത ഭാഗത്തുള്ള മസ്ജിദുൽ ഖുബയുടെ ഈ പുതിയ മിനാരോ, ആ പുതിയ മിനാരത്തിൻ്റെ അടിയിലായിരുന്നു സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതായാലും ഈ 2 വീടുകളിലും നിന്നതായി ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ഈ 2 വീടുകളിലും താമസിച്ചുകൊണ്ട് പരിശുദ്ധമായ ഭൂമിയിലെ ആദ്യത്തെ പള്ളിയായ ഈ മസ്ജിദുൽ ഖുബക്ക് അല്ലാഹുവിൻ്റെ റസൂൽ തറക്കല്ലിട്ടു. കാരണം അവരുടെ ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ അവരോട് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞില്ല. അങ്ങനെ അവസാനം അവർക്കൊരു തരിശായ സ്ഥലമായിരുന്നു ഇവിടെ കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവർ, അഥവാ അംർ ബിൻ ഔഫ് ഗോത്രക്കാർ കാരക്ക ഉണക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ പള്ളി ഉണ്ടാക്കില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുകയാണ്. കാരണം അവിടെ ഒരു മരം മുറിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പള്ളിക്ക് വേണ്ടി തറക്കല്ലിടുകയും തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കല്ലെടുത്ത് പാകാൻ പറയുകയും ശേഷം ഉമർ ബിൻ ഖത്താബിനോട് മറ്റൊരു കല്ലെടുത്ത് പാകാൻ പറയുകയും അങ്ങനെ മറ്റുള്ള എല്ലാ സഹാബിമാരോടും കല്ലുകൾ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ഒരു പള്ളിക്ക് വേണ്ടി
നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തോട്ടം ബനി വാക്കിഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലമായിരുന്നു. അഥവാ ഈ ഖുബ പ്രദേശം എന്ന് പറഞ്ഞാൽ ഓരോ ഗോത്രക്കാരുടെ പ്രദേശങ്ങളായിരുന്നു. അഥവാ ഓരോ ഏരിയയിൽ ഓരോ ചെറിയ ചെറിയ ഗോത്രങ്ങൾ താമസിച്ചിരുന്നതായിട്ട് അവരുടെ കാരക്കത്തോട്ടുമായിട്ട് അവർ ജീവിച്ചു പോകുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഖുബ പ്രദേശം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു പരിശുദ്ധമായ ലോകത്തിലെ ആദ്യത്തെ ഈ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു പള്ളി നിർമ്മിച്ച ആ ഒരു ചരിത്രമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ ആദ്യത്തെ ആ ഒരാഴ്ച ചെലവഴിച്ചത് മദീനയിലെത്തുന്നതിന് മുമ്പ്, ആ മദീന പട്ടണത്തിലേക്ക് കയറുന്നതിന് മുമ്പേ തമ്പടിച്ച ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയും അവിടെ ഉണ്ടായിരുന്ന കുടുംബക്കാരും അവിടെ ഉണ്ടായിരുന്ന ഗോത്രക്കാരെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.